ആഫ്റ്റർ വെയിറ്റ് ട്രെയിനിങ് നമ്മൾ എല്ലാവരും സ്ട്രെച്ചിങ് ചെയ്യാറുണ്ട്. അത് ശരിക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. എല്ലാവരുടെയും ഒരു റുട്ടീൻ എന്ന് പറയുന്നത് നമ്മളുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡൈനാമിക് സ്ട്രെച്ചസിൽ തുടങ്ങും. എൻഡ് ചെയ്യുന്നത് സ്റ്റാറ്റിക് സ്ട്രെച്ചസ് ആയിരിക്കും, അതായത് ആഫ്റ്റർ വെയിറ്റ് ട്രെയിനിങ്. ഈ വെയിറ്റ് ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള സ്റ്റാറ്റിക് സ്ട്രെച്ചസ് ആണ് നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത്. ആഫ്റ്റർ വർക്കൗട്ട് നമ്മുടെ മസിലുകളിൽ ലാക്റ്റിക് ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, വിച്ച് ഇസ് വെരി എസെൻഷ്യൽ ഫോർ അസ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ഈ ലാക്റ്റിക് ആസിഡ്സ് കളയേണ്ട യാതൊരു കാര്യം അവിടെയില്ല. ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെച്ചിങ് നിർബന്ധമായും ചെയ്യണമെന്നുള്ളത്. എന്തിനാണ് ഈ ഫ്ലെക്സിബിലിറ്റി എന്നുള്ള ഒരു കാര്യമാണ് എല്ലാവരും മറന്നു പോകുന്നത്. നമ്മൾക്ക് നമ്മുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് ഒരു പ്രശ്നവും കൂടാതെ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫ്ലെക്സിബിലിറ്റി ശരിക്കും വേണ്ടത്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി ചെയ്യുന്ന സ്ട്രെച്ചിങ് മൂവ്മെന്റ്സ് ആയിക്കോട്ടെ, പൊസിഷൻസ് ആയിക്കോട്ടെ, ഇതൊന്നും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പോലുമില്ല. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സ്ട്രെച്ച് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ എവിടെയെങ്കിലും ആവശ്യമായി വരുന്നുണ്ടോ? നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മൂവ്മെന്റ് അതിന്റെ ആക്റ്റീവ് റേഞ്ച് ഓഫ് മോഷനിൽ കംപ്ലീറ്റ് ആയി നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഫ്ലെക്സിബിലിറ്റി ഇഷ്യൂസ് വരുന്നു. സോ ആക്ച്വലി ഐ ഡോണ്ട് മീൻ ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു ഡു സ്റ്റാറ്റിക് സ്ട്രെച്ചസ് ആഫ്റ്റർ വർക്ക്ഔട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, ഇറ്റ്സ് നോട്ട് എ ഇഷ്യൂ. നിങ്ങൾ ചെയ്തില്ലെങ്കിലും ഇറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ.